കണങ്കാലിൽ നീര് വെക്കാനുള്ള പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണ്? നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട് ഉണ്ടാകുന്നത് ശരീരത്തിൽ ദ്രാവകം ഈ കോശങ്ങളുടെ ഇടയിലുള്ള സ്പേസിൽ അടിഞ്ഞുകൂടുന്നത് കൊണ്ടാണ്. അപ്പൊ ഇത് കാലിൽ വരാനായിട്ട് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാലിലായിട്ട് വരാം, അല്ലെങ്കിൽ ഇരു കാലുകളിലുമായിട്ട് ബാധിക്കാം. അപ്പോൾ ഒരു കാലിൽ വരാനുള്ളതിന്റെ ഏറ്റവും പ്രധാന കാരണങ്ങൾ ആ കാലിൽ എന്തെങ്കിലും ഒരു സ്പ്രെയിൻ, ഉളുക്ക് പോലത്തെ ഉണ്ടാവുക, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഒടിവോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാവുക, എവിടെയെങ്കിലും കൊണ്ട് തട്ടുകയോ മുട്ടുകയോ ചതവ് പോലെ വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും കടിച്ച് സ്കിന്നിൽ എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ ഉണ്ടായി അതിന്റെ ഭാഗമായിട്ട് ഒരു ഇൻഫ്ലമേഷൻ വരിക, അതല്ലെങ്കിൽ എന്തെങ്കിലും സ്കിൻ കംപ്ലൈൻസ്, ത്വക്ക് രോഗങ്ങൾ എന്തെങ്കിലും ആ കാലിന് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കാലിന് നീർക്കെട്ട് വരാം. ഇതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ വെരിക്കോസ് വെയിൻ പോലെയുള്ള അസുഖങ്ങൾ, പിന്നെ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന് പറയുന്ന അസുഖം, അതായത് നമ്മുടെ കാലിൽ നിന്നുള്ള രക്തം ഹൃദയത്തിലേക്ക് ഒഴുകുന്ന വെയിനുകൾക്കിടയിൽ എവിടെയെങ്കിലും ബ്ലോക്സ് ഉണ്ടാകുന്നതിനാണ് ഈ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന് പറയുന്നത്. മിക്കവാറും ബെഡ് റിഡൺ ആയിട്ടുള്ള, അത് കാലിന് ഒട്ടും അനക്കം കൊടുക്കാതെ കട്ടിലിൽ തന്നെ കിടക്കുന്ന ആൾക്കാർക്ക്, അതുപോലെ തന്നെ പ്രഗ്നൻസിയിൽ ഒക്കെയാണ് ഈ ഒരു രോഗം ബാധിക്കുന്നത് കൂടുതലായിട്ടും. അപ്പൊ ഈ ഒരു രോഗത്തിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ കാലിൽ നീർക്കെട്ട് ഉണ്ടാവാനുണ്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കാലിൽ നിന്ന് ബ്ലഡ് ഒഴുകുന്ന, ഹൃദയത്തിലേക്ക് ബ്ലഡ് ഒഴുകുന്ന വെയിനുകളുടെ ഇടയിൽ ചില സ്ഥലങ്ങളിൽ വാൽവുകൾ പിടിപ്പിച്ചിട്ടുണ്ട്. അത് ഈ ഒരു ഗുരുത്വാകർഷണത്തിന് എതിരായിട്ട് ബ്ലഡ് ഒഴുകുന്നത് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ദൂരീകരിക്കുക, അതൊന്ന് മാറ്റാനും അതുപോലെ തന്നെ ബ്ലഡ് തിരിച്ച് കാലിലേക്ക് ഒഴുകാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഈ വാൽവുകൾ പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഈ വാൽവുകൾക്ക് എന്തെങ്കിലും ഒരു തകരാറുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ കാലിൽ നീർക്കെട്ട് വരാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് കാലിലെ ഏതെങ്കിലും ഒരു കാലിന് നീർക്കെട്ട് വരാനുള്ള കാരണങ്ങളായിട്ട് പറയുന്നത്. പിന്നെ ഈ ഡീപ്പ് വെയിൻ ത്രോംബോസിസും വെരിക്കോസ് വെയിനും ഒക്കെ ഇരു കാലുകളെയും ബാധിക്കാറുണ്ട്. പിന്നെ പ്രായാധിക്യം മൂലം കാലിന് നീർക്കെട്ട് വരാറുണ്ട്, കാലിന്റെ കണങ്കാലിന് ചുറ്റിനും നീർക്കെട്ട് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ സന്ധിവാതം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു കാലിന്റെ ജോയിന്റിനാണ് സന്ധിവാതം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കാലിനും അല്ലെങ്കിൽ ഇരു കാലുകളെയും അത് ബാധിക്കാറുണ്ട്. ഇതൊക്കെയാണ് ഒരു കാലിന് മാത്രം നീർക്കെട്ട് വരുന്നതിനുള്ള പ്രധാന കാരണങ്ങൾ. ഇനി ഇരു കാലുകളെയും ബാധിക്കുന്ന നീർക്കെട്ട്, അതിന്റെ പ്രധാന കാരണം നമ്മുടെ ഏറ്റവും ഗുരുതരമായ കാരണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട അവയവങ്ങളായ കിഡ്നി, അല്ലെങ്കിൽ ഹാർട്ട്, ലങ്സ്, ലിവർ, ഇതിനൊക്കെ വരുന്ന എന്തെങ്കിലും തകരാറ് മൂലമായിരിക്കും. അപ്പൊ കിഡ്നി ഫെയിലിയർ മൂലം അല്ലെങ്കിൽ കിഡ്നിക്ക് ഉണ്ടാകുന്ന തകരാറ് മൂലം കാലിന്റെ നീർക്കെട്ടിനോടൊപ്പം മൂത്രം ഒഴിക്കാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുമ്പോൾ വേദന, നടുവിന് വേദന, ഇതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം കിഡ്നി ആണല്ലോ നമ്മുടെ ഒരു സെക്രീഷൻ, ഏറ്റവും കൂടുതൽ ശരീരത്തിൽ നിന്നും ദ്രാവകം പുറത്തേക്ക് ഒഴുക്കി എക്സ്ക്രീറ്റ് ചെയ്യുന്ന അവയവം എന്ന് പറയുന്നത് കിഡ്നിയാണ്. അപ്പൊ കിഡ്നിക്ക് എന്തെങ്കിലും തകരാറുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സ് ശരിയായ രീതിയിൽ നടക്കാതെ വരും. അപ്പോൾ ശരീരത്തിൽ ഈ ഒരു ദ്രാവകം അടിഞ്ഞുകൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇത് കാലിൽ മാത്രമല്ല, ചിലപ്പോൾ മുഖത്ത്, ശരീരത്തിലെ പല ഭാഗങ്ങളിലും ഒക്കെ നീർക്കെട്ട് വരാം. പ്രത്യേകിച്ച് കണ്ണിന് ചുറ്റിനും ഒക്കെ കിഡ്നി ഫെയിലിയർ ഉള്ളവർക്ക് നീർക്കെട്ട് വരുന്നത് സാധാരണമാണ്. പിന്നെ ഹാർട്ടിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കുറച്ചു ദൂരം നടന്നു കഴിയുമ്പോൾ കിതപ്പ് അനുഭവപ്പെടാം. രാത്രിയിൽ ബ്രീതിങ് ഡിഫിക്കൽറ്റി, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് വന്നു എന്ന് വരാം. അതല്ലെന്നുണ്ടെങ്കിൽ ECGയിൽ വേരിയേഷൻ വന്നു എന്നൊക്കെ വരാം. അപ്പൊ ഇതൊക്കെയാണ് ഹൃദയ സംബന്ധമായിട്ടുള്ള നീർക്കെട്ട്, കാലിന്റെ നീർക്കെട്ടിൽ ഒപ്പം വരുന്ന ലക്ഷണങ്ങൾ. പിന്നെ ലിവർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ചിലപ്പോൾ കാലിന് നീർക്കെട്ട് വന്നു എന്ന് വരാം. അപ്പം അതോടുകൂടി നമുക്ക് കാണാവുന്ന മറ്റു സിംറ്റംസ് എന്ന് പറയുന്നത് ചിലപ്പം ദഹനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരാം. വയറ്റില് ഗ്യാസ് കെട്ടാം. പിന്നെ വയറ്റിൽ നിന്ന് പോകുമ്പോൾ മലം ഒരു ചെളിയുടെ നിറത്തോടൊപ്പം നിറമായിട്ട് പോകുന്നത് കാണാം. അല്ലെങ്കിൽ അതിന്റെ കൂട്ടത്തില് ഫാറ്റ് പോലെയുള്ള മെറ്റീരിയൽസ് വയറ്റിൽ നിന്ന് പോകുന്നതായിട്ടൊക്കെ അനുഭവപ്പെടാം. അപ്പൊ ഇതൊക്കെയാണ് ഏറ്റവും മെയിൻ കാരണങ്ങൾ. അതോടൊപ്പം ഒബീസിറ്റി, അമിതവണ്ണം ഉള്ളവർക്ക് കാലിൽ നീർക്കെട്ടുണ്ടാകാം. പിന്നെ ഒരുപാട് സമയം കാല് തൂക്കിയിട്ട് ഇരിക്കുന്നവർക്ക്, ഇപ്പം യാത്ര ചെയ്യാനാണെന്നുണ്ടെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ ചില ജോലി ചെയ്യുന്നവർക്ക്, ഡ്രൈവിംഗ് പോലെയുള്ള ജോലി ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് സമയം ഇരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ അവർക്ക് കാലിൽ നീർക്കെട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സമയം നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക്, പ്രത്യേകിച്ച് അധ്യാപകർക്ക്, അതുപോലെ തന്നെ ഷോപ്പ് കീപ്പേഴ്സിനൊക്കെ കാലിൽ നീർക്കെട്ട് കണ്ടുവരാറുണ്ട്. അതൊക്കെ അവരുടെ ഒരു ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ട് വരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീന്റെ കുറവ് ഉണ്ടെന്നുണ്ടെങ്കിൽ കാലിൽ നീർക്കെട്ട് വരാനുള്ള സാധ്യത ഏറെയാണ്. അപ്പൊ ഇതൊക്കെയാണ് കാലിൽ നീർക്കെട്ട് വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ.
ശരീരത്തിൽ വരുന്ന ചില രോഗങ്ങളുടെ ഭാഗമായിട്ട്, അതായത് രക്താതി സമ്മർദ്ദം, അതുപോലെ പ്രമേഹ രോഗം, അല്ലെങ്കിൽ ഇതിനൊക്കെ നമ്മൾ കഴിക്കുന്ന ചില ഗുളികകളുടെ സൈഡ് എഫക്റ്റ് ആയിട്ട്, ചില സ്റ്റീറോയിഡ്സിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ടൊക്കെ കാലിൽ നീർക്കെട്ട് വരാറുണ്ട്. പിന്നെ ശരീരത്തിൽ ഹോർമോണുകളുടെ വ്യതിയാനം മൂലം PCOD ഉള്ള സ്ത്രീകളില്, അതുപോലെ തന്നെ ഹൈപ്പോ തൈറോയിഡിസം ഉള്ളവരിലൊക്കെ കാലിൽ നീർക്കെട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ പ്രായമായ സ്ത്രീകളിൽ ആർത്തവ വിരാമത്തോടനുബന്ധിച്ചും ഈ ഒരു ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിൽ കാരണം കാലിൽ നീർക്കെട്ട് വരാറുണ്ട്. എങ്ങനെ നമുക്കിത് മാനേജ് ചെയ്യാം? ശരിക്കും ഈ കാലിലെ നീർക്കെട്ട് എന്ന് പറയുന്ന അവസ്ഥ, അത് ഒരു കാലിനാണെങ്കിലും ഇരു ഉള്ളതാണെന്നുണ്ടെങ്കിലും നിസ്സാരമായിട്ട് കാണേണ്ട ഒരു രോഗമല്ല, അല്ലെങ്കിൽ ഒരു രോഗലക്ഷണമല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ ചെറിയ കാരണങ്ങൾ തൊട്ട് വളരെ വലിയ കാരണങ്ങൾ കൊണ്ട് വരെ കാലിൽ നീർക്കെട്ട് കണ്ടുവരുന്നു വരാം. അപ്പൊ നമ്മൾ റെസ്റ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രാത്രിയിൽ കിടക്കുമ്പോൾ കാല് പൊക്കി വെച്ച് കിടന്നാല്, അല്ലെങ്കിൽ കാലിൽ ടൈറ്റ് ആയിട്ട് ക്രേപ്പ് ബാൻഡേജ് ഒക്കെ ചുറ്റിക്കഴിഞ്ഞാലോ, അല്ലെങ്കിൽ കംപ്രഷൻ സ്റ്റോക്കിങ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ ഈ നീർക്കെട്ട് വലിഞ്ഞു പോയി എന്ന് വരാം. അപ്പം അങ്ങനെയൊക്കെ വലിഞ്ഞു പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ കാലിന് നല്ല മൊബിലിറ്റി കിട്ടുന്ന പോലെ തരത്തിലുള്ള എക്സസൈസുകൾ, ഒരുപാട് സമയം നടക്കുന്നു, അല്ലെങ്കിൽ സ്വിം ചെയ്യുന്നു, നീന്തല്, സൈക്ലിംഗ് പോലെയുള്ളതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ നീർക്കെട്ട് ചിലപ്പോൾ കുറയുന്നത് കാണാം. അങ്ങനെ അത് പൂർണ്ണമായിട്ട് മാറുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി അധികം ബോധർ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും നീർക്കെട്ട് പൂർണ്ണമായിട്ട് മാറുന്നില്ല, അല്ലെങ്കിൽ അത് താൽക്കാലികമായിട്ട് മാറിയിട്ട് വീണ്ടും അപ്പിയർ ചെയ്യുന്നു, ഇത്തരത്തിലുള്ള നീർക്കെട്ട് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുകയും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ കാണേണ്ടത് തന്നെയാണ്. അപ്പം എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് തന്നെയായിരിക്കും ഈ ഒരു നീർക്കെട്ട് ഉണ്ടാവുന്നത്. അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലായി അതിന് വേണ്ട ട്രീറ്റ്മെന്റ് എടുക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. അതോടൊപ്പം നമുക്ക് വൈറ്റമിൻ സി അധികമുള്ള ഭക്ഷണം ഒക്കെ കഴിക്കുന്നതും ഈ ഒരു നീർക്കെട്ട് ഉണ്ടാകുന്ന ടെൻഡൻസിയെ തടയാൻ ഒരുപാട് സഹായിക്കും. മാത്രമല്ല, കാലിൽ സർക്കുലേഷൻ കൂടാൻ വേണ്ടിയിട്ട് കാല് ഉഴിഞ്ഞു കൊടുക്കുക, കാല് ചൂടുവെള്ളത്തിലും തണുത്ത വെള്ളത്തിലും മാറി മാറി ചവിട്ടുക, ഇതൊക്കെ നമ്മുടെ ആ ഒരു നീർക്കെട്ട് വരാനുള്ള ടെൻഡൻസിയെ കുറയ്ക്കുന്നതായിട്ട് കാണാറുണ്ട്.